നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 67. ജയ്യെക്കുറിച്ചുള്ള ചിന്തയിലും സന്തോഷത്തിലുമായിരുന്നു മീനു. അപ്പോൾ തന്നെ അവനോടൊന്ന് സംസാരിക്കണം എന്നൊരു മോഹം. ഒട്ടും ആലോചിക്കാതെ തന്നെ മീനു ജയ്യെ ഫോണിൽ വിളിച്ചു. ഹോസ്പിറ്റലിൽ അമ്മുവിനോടൊപ്പമായിരുന്നു ജയ്. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. ഫോണിൽ നോക്കിയപ്പോൾ അത് മീനുവായിരുന്നു. ഈശ്വര, ഇവളും അമ്മു കൂടെയുള്ളത് കൊണ്ട് തന്നെ മീനുവിൻ്റെ ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ജയ് ഒന്ന് ചിന്തിച്ചു. ജയ്യുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് അമ്മു പറഞ്ഞു, ഫോൺ വരുന്നുണ്ട്, നീ എന്താ എടുക്കാത്തത്? ഞാൻ ഞാൻ പോണോ? അല്ലെങ്കിൽ ഏയ് ഒന്നുമില്ല, ഞാനൊന്ന് എടുത്തിട്ട് നോക്കിയിട്ട് വരാം. ശരി. ഇതും പറഞ്ഞ് ജയ് അവിടെ നിന്ന് ഒരല്പം മാറി. താൻ മീനുവിനോട് സംസാരിക്കുന്നത് അമ്മു കേൾക്കണ്ട എന്നായിരുന്നു ജയ്യുടെ മനസ്സിൽ. ഹലോ. ജയ് ഫോൺ എടുത്തു. ജയ് ഫോൺ എടുത്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു മീനു. ഹലോ, ഞാൻ മീനുവാണ്. എനിക്കത് മനസ്സിലായി. എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ സേവ് ചെയ്യാൻ പാടില്ലായിരുന്നോ? അല്ല, ചോദിച്ചതാ. ഇപ്പം എന്താ വിളിച്ചേ? കാര്യം പറ. ജയ് അല്പം ധൃതിയിൽ തന്നെ ചോദിച്ചു. തിരക്കിലാണോ? അതെ, തിരക്കിലാണ്. അല്ല, അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് പറയാവോ? അല്ല, അത് മീനു ഒരുപാട് ആലോചിച്ചു. എന്ത് പറയണം, പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അതെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. സാധനങ്ങളോ? എന്ത് സാധനങ്ങൾ? മനസ്സിലായില്ല. എന്താ തനിക്ക് വേണ്ടേ? അതായത് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. ഒന്ന് ഡെലിവറി ചെയ്യാവോ? ഞാനിപ്പോൾ പുറത്താണുള്ളത്. ഞാനൊരു നമ്പർ തരാം, അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. പുറത്താണെന്ന് വെച്ചാൽ എവിടെയാ? അതൊക്കെ ഇപ്പം തന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തായാലും പുറത്താണുള്ളത്, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. തനിക്ക് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം, അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി, അവർ ഡെലിവറി ചെയ്യും. മനസ്സിലായോ? അല്ല, എന്നോടുള്ള ദേഷ്യം ഇതുവരെ കുറഞ്ഞിട്ടില്ലേ? എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എങ്ങനെയൊക്കെ? ഞാൻ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ ദേഷ്യപ്പെട്ടോ ഇപ്പോൾ? പിന്നെ ദേഷ്യപ്പെട്ട് തന്നെയല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്? അതെ, ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ. തനിക്ക് സാധനങ്ങളല്ലേ വേണ്ടത്, അത് അവരോട് വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. അല്ല, ഇത്രയും മാസങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്തിരുന്നില്ല ഇതുവരെ. പെട്ടെന്നെന്താ ഇപ്പം സാധനങ്ങൾ? അല്ല, ഇവിടെ സാധനങ്ങൾ തീർന്നതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ശരി, ഞാൻ നമ്പർ തരാം, താൻ വിളിച്ചോ, അവർ കൊണ്ടുവന്ന് തരും. അല്ല, അത് വേണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിക്കോളാം. ശരി എന്നാൽ. ഇതും പറഞ്ഞ് മീനു പറയുന്ന മറുപടിക്ക് കാത്തു നിൽക്കാതെ ജയ് ഫോൺ കട്ട് ചെയ്തു. ഇവളെന്തിനാ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സംസാരിച്ചു കഴിഞ്ഞോ? പുറകിൽ നിന്ന് അമ്മ ചോദിച്ചു. അത് ഒരു കസ്റ്റമറായിരുന്നു. ആണോ? നമുക്ക് ഡോക്ടറോടൊന്ന് സംസാരിച്ചാലോ? ഡോക്ടർ പറഞ്ഞില്ലേ 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന്. പിന്നെന്താ സംസാരിക്കാം? ഒരാശ്വാസത്തിനെങ്കിലും. പേടിക്കണ്ടടോ, രക്ഷപ്പെടുമായിരിക്കും അല്ലേ? രക്ഷപ്പെടുവടോ, എന്തിനാ പേടിക്കുന്നത്? അല്ല, ഒരുപാട് നേരമായില്ലേ, തനിക്ക് വീട്ടിൽ പോകണ്ടേ? വാ, ഞാൻ കൊണ്ടുവിടാം. ഏയ്, ഞാൻ പോകുന്നില്ല. ഇയാൾക്ക് എന്താ പറ്റിയെന്നറിയാതെ പോയാൽ എനിക്ക് ശരിയാവില്ല. ഞാൻ പോകുന്നില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? ഈ രാത്രി മുഴുവൻ ഈ ഹോസ്പിറ്റലിൽ നിൽക്കാനോ? അത് ശരിയാവില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, താൻ നിൽക്കേണ്ട ആവശ്യം എന്താ? തന്നെ ഞാൻ കൊണ്ടുവിടാം, വാ.
ഇല്ലെന്നേ, ഞാൻ നിന്നോളാം. അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ അന്വേഷിക്കില്ലേ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെന്താ? ഞാനങ്ങനെ പുറത്ത് പോകുന്നതും തിരിച്ച് വീട്ടിൽ വരാതിരിക്കുന്നതും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓ, അപ്പോൾ താൻ വണ്ടി പണ്ടേ ഓട്ടാറുണ്ടോ? ഉം. അല്ലെങ്കിൽ ഡ്രൈവറുടെ കൂടെ പോവുമായിരുന്നു. അപ്പോൾ വീട്ടിൽ വിളിച്ച് പറയേണ്ട കാര്യമില്ല? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ വെയിറ്റ് ചെയ്യില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, വെയിറ്റ് ചെയ്യില്ല. ഞാൻ പുറത്ത് പോകുന്നതും വരാതിരിക്കുന്നതും ഒരു പതിവ് കാര്യമൊന്നുമല്ല. അതൊക്കെ പതിവുള്ളതാണ്, എപ്പോഴും ചെയ്യാറുള്ളതാ. അതുകൊണ്ട് അത് പ്രശ്നമല്ല. അല്ല, എന്നാൽ പിന്നെ ഞാൻ റൂം എടുക്കാം. താൻ അവിടെ പോയി കിടന്നുറങ്ങിക്കോ. ഇല്ലെന്നേ, വേണ്ട. ആളിപ്പോൾ എന്തായെന്നറിയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. വേണ്ടെന്ന് തന്നെയാണോ? വേണ്ടെന്ന് തന്നെയാണ്. എന്നാൽ പിന്നെ ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് വരാം, കഴിക്കുക. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ? വേണ്ടാത്തോണ്ടാ, എനിക്കൊന്നും വേണ്ട. പിന്നീട് കടന്നുപോയ ഒരുപാട് മണിക്കൂറുകൾ. പെട്ടെന്ന് തന്നെയാണ് രാത്രിയായത്. അമ്മുവും ജയും ഇപ്പോഴും ICUയുടെ മുന്നിൽ തന്നെ. ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ മകളും ഭാര്യയുമുണ്ട്. ഡോക്ടറുടെ ഒരു മറുപടിക്കായി അവർ കാത്തിരിക്കുകയാണ്. കടന്നു പോകുന്ന ഓരോ മണിക്കൂറുകളും എത്രയും പെട്ടെന്ന് 24 മണിക്കൂറുകളാവണേ എന്നുള്ള പ്രാർത്ഥനയിൽ. ആ ജീവൻ രക്ഷപ്പെടാതെ സമാധാനം കിട്ടില്ല എന്നൊരവസ്ഥയിലായിരുന്നു അമ്മുവും ജയും. രാത്രി പെട്ടെന്ന് കടന്നു വന്നു. ഡോക്ടർ, എന്തെങ്കിലും പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നെനിക്ക് ചെറിയതായിട്ട് പറയാൻ തോന്നുന്നു. ഉറപ്പിച്ച് ഞാൻ പറയില്ല, എന്നാലും ഞാൻ പറയാണ്. താങ്ക് യു ഡോക്ടർ, അത്രയെങ്കിലും കേട്ടല്ലോ, അതന്നെ ഒരു ആശ്വാസം. ഞങ്ങളെ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ? ഓക്കെ ഡോക്ടർ, താങ്ക് യു. വീണ്ടും ഹോസ്പിറ്റൽ വരാന്തയിലൂടെയുള്ള നടപ്പം, ഇരുത്തം. ശരിക്കും അമ്മുവിനും മടുത്തു. മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോവില്ല. ഞാൻ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിയിട്ട് വരാം. ഇങ്ങനെ ഒന്നും കഴിക്കാതെ. ഇതും പറഞ്ഞ് ജയ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ഭക്ഷണം വാങ്ങാൻ ചെന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണവുമായി അവൻ വന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഭാര്യയെയും അവൻ നിർബന്ധിച്ചു ഭക്ഷണം കഴിപ്പിച്ചു. അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ. ദേ, എല്ലാവരും കഴിച്ചേ പറ്റുള്ളൂ, ഒന്നും സംഭവിക്കില്ല, പിന്നെ എന്തിനാ പട്ടിണി എടുക്കുന്നത്? അമ്മുവിനെയും അവൻ നിർബന്ധിപ്പിച്ചു ഭക്ഷണം കഴിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും ആ കസാരയിൽ ചാരിയിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു അമ്മുവിന്, രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്. അതുകൊണ്ട് തന്നെ ജയുടെ തോളിൽ അവൾ പതുക്കിയൊന്നു ചാരി. അവൻ്റെ കൈകൾ അവൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ കിടക്കട്ടെ? അവൻ്റെ തോളിൽ ചാരി നിന്ന് അവൻ ചോദിച്ചു. അതിനെന്താ, കിടന്നോളൂ. ഞാൻ പറഞ്ഞല്ലോ മോളെ, ഞാൻ റൂം എടുത്തരാം, നിങ്ങളെല്ലാവരും അവിടെ പോയിരിക്കേ. വേണ്ട, ഈ ICUക്ക് മുന്നിൽ അല്ലാതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അമ്മു ജയുടെ ഷോൾഡറിൽ കിടന്നു. അവൻ്റെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച്. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ നല്ല ഉറക്കത്തിലേക്ക് പോയെന്ന് അവന് മനസ്സിലായി. ഡോക്ടർ പറയുന്ന മറുപടിക്ക് കാതോർത്തിരിക്കുകയായിരുന്നു ജയ്. പെട്ടെന്ന് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയണേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ സമയം മീനുവിൻ്റെ വീട്ടിൽ അമ്മു തിരിച്ചെത്താത്തതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. നിന്റെ മകൾ ഇതുവരെ വന്നിട്ടില്ല, നീ അറിഞ്ഞില്ലേ? ദീപ മീനുവിനോടായി ചോദിച്ചു. അറിഞ്ഞു. അവൾ വരാതിരിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ, അച്ഛൻ്റെ വീട്ടിൽ പോയി കാണും, മീനു പതുക്കെ പറഞ്ഞു. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അപ്പോൾ പിന്നെ തോന്നിയതുപോലെ ചെയ്യാലോ. പിന്നെ ഒരു കാര്യമേ പറയാനുള്ളൂ, അവളിപ്പോൾ ചെറിയ കുട്ടിയല്ല എന്നുള്ള ബോധം നിനക്ക് വേണം കേട്ടോ. ദീപ മീനുവിനോടായി ഒരു താക്കീത് പോലെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം ദീപേച്ചി? എന്നെ കേൾക്കില്ലല്ലോ അവൾ. എനിക്കവളെ പറഞ്ഞനുസരിപ്പിക്കാനുള്ള അധികാരവും ഇല്ലല്ലോ.
പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഉം, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പ്രായം സൂക്ഷിക്കണമല്ലോ നമ്മൾ, അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? എപ്പോഴും അതാണല്ലോ അവളുടെ പതിവ്. അച്ഛൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഉം, നീ ഒന്ന് വിളിച്ചു നോക്കിയോ അവളെ? ഉം, ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിലും എൻ്റെ ഫോൺ എൻ്റെ മോൾ എടുക്കാറില്ലല്ലോ. ഉം, ദീപയുടെയും മീനുവിൻ്റെയും സംഭാഷണത്തിലേക്കാണ് അമ്മ കടന്നു വന്നത്. അമ്മ വിളിച്ചിരുന്നോ മോളെ? അമ്മ ചോദിച്ചു. എന്നെ അവൾ വിളിക്കില്ലല്ലോ അമ്മ. അച്ഛൻ്റെ വീട്ടിലേക്കായിരിക്കും പോയതല്ലേ, അതാ ഇതുവരെ കാണാത്തത് അല്ലേ? അമ്മ പറഞ്ഞു. ഉം, ആയിരിക്കും, അതാണല്ലോ അവളുടെ പതിവ്. എന്തായാലും ചെന്ന് കിടക്ക്, സമയം ഒരുപാടായില്ലേ. അങ്ങനെ അവരെല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോഴും ഹോസ്പിറ്റലിൽ അമ്മുവും ജയ്യും ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഭാര്യയും മക്കളും ഐസിയുക്ക് മുന്നിലായിരുന്നു. ഡോക്ടർമാരുടെ വാക്കും കാതോർത്ത് നന്നായി ഒന്ന് ഉറങ്ങാൻ സാധിക്കാതെ ജയ്യുടെ ചുമരിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അമ്മു. ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഭാര്യ ജയ്യോടായി ചോദിച്ചു. നിങ്ങൾ ഇനിയും നിൽക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, രാത്രിയായില്ലേ, വേണമെങ്കിൽ നിങ്ങൾ പോയി കിടന്നോളൂ. പതുക്കെ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു. ഏയ്, അത് കുഴപ്പമില്ല, എന്തായാലും അറിഞ്ഞിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് നിങ്ങളോട് നന്ദി പറയാനേ ഉള്ളൂ. നിങ്ങൾ ആ കാർ അടിച്ചിട്ട് പോയില്ലല്ലോ, ഹോസ്പിറ്റലിൽ ഇത്രയും നേരം കാത്തിരുന്നല്ലോ, അത് തന്നെ ഒരു സമാധാനം. ഡോക്ടർമാരുടെ വാക്കുകളിൽ ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അവർ പതുക്കെ പറഞ്ഞു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കും എൻ്റെ മക്കൾക്കും അവർ മാത്രമേ ഉള്ളൂ. അവർ കിടന്നു പോയാൽ നമുക്ക് വേറെ വഴിയില്ല. ഏയ്, സങ്കടപ്പെടേണ്ട, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും. തലക്കേറ്റടിയായതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഒന്നും പറയാൻ പറ്റാതിരിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ജയ് വീണ്ടും ആശ്വസിപ്പിച്ചു. ഇത് മോളായിരിക്കുമല്ലേ, അതോ അനിയത്തിയോ? മീനുവിൻ്റെ മകളായ അമ്മുവിനെ ചൂണ്ടിക്കൊണ്ട് ആ സ്ത്രീ ചോദിച്ചു. അതിന് മറുപടി പറയാൻ ജയ്ക്ക് ഉത്തരമാദ്യം കിട്ടിയില്ല. അമ്മു തൻ്റെ ആരാണ്, തൻ്റെ ഭാര്യയുടെ മകൾ, അതിനും അപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. താൻ ആരാണെന്ന് ഇവളെക്കുറിച്ച് പറയും? ജയ് ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചത് മോളുടെ ഒരു പ്രായം തോന്നുന്നില്ല, നിങ്ങൾക്ക് അത്ര വലിയ പ്രായം കാണുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അതാ ഞാൻ അനിയത്തിയാണോ എന്ന് ചോദിച്ചത്. അനിയത്തിയാണല്ലേ? മറുപടി എന്താണെന്ന് ജയ് ആലോചിച്ചിരുന്നു. എനിക്ക് എല്ലാം എൻ്റെ മോൾ തന്നെയാണ്, ജയ് പെട്ടെന്ന് അധികമൊന്നും ആലോചിക്കാതെ പറഞ്ഞു. മോളാണോ? അല്ല, നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ളൊരു കൊച്ചിൻ്റെ അച്ഛനാവാനുള്ളൊരു പ്രായം കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, മോളാണ്. എനിക്കും 3 കുട്ടികളാണ്, അവർ പറഞ്ഞു. ആണല്ലേ, 3 പെൺകുട്ടികളാണ്. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, നിങ്ങളങ്ങനെ കൈവിട്ട് കളയുന്നതല്ലെന്ന്. അതെ, അങ്ങനെ കൈവിട്ട് കളയില്ല. പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കടന്നുപോയി. രാവിലെ 8 മണി. ജയ് അമ്മുവും നന്നായി ഉറങ്ങി ഹോസ്പിറ്റലിലെ ICUക്ക് മുന്നിലുള്ള കസേരയിൽ. മോളെ, എന്തായി, നന്നായി ഉറങ്ങിയോ? തനിക്ക് വേദനിച്ചോ ഞാനിങ്ങനെ ഉറങ്ങിയിട്ട്? ഏയ്, അതൊന്നുമില്ല, ഞാൻ ഉറങ്ങി. താൻ ഉറങ്ങിയായിരുന്നോ? ഞാനും ഉറങ്ങി.
അവർ ഒന്ന് പരസ്പരം പുഞ്ചിരിച്ചു. അതെ, ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് വരാം. ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. കാത്തിരിപ്പിന് മടുത്തു. എന്തായാലും ഞാൻ വാങ്ങിയിട്ട് വരാം, നിങ്ങളിവിടെ ഇരിക്കുക. ഇതും പറഞ്ഞ് ജയ് രാവിലത്തെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ഒരു സിസ്റ്റർ കടന്നു വന്നത്. കൂടെ ഉണ്ടായിരുന്ന ബ്രദർ എവിടെ? അമ്മുവിനോടായി ആ സിസ്റ്റർ ചോദിച്ചു. ബ്രദറോ? കുട്ടിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലേ, ബ്രദറല്ലേ അത്? സിസ്റ്ററിൻ്റെ ചോദ്യം കേട്ട് ആദ്യം എന്ത് മറുപടി പറയണമെന്ന് അമ്മുവിന് അറിയില്ലായിരുന്നു. ബ്രദർ? അതെ അതെ, ബ്രദറാണ്. ആള് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയിട്ടുണ്ട്. ആണോ? ദേ ഈ മരുന്ന് വാങ്ങണം കേട്ടോ, പെട്ടെന്ന് തന്നെ. ഓക്കെ ശരി, ഞാൻ വാങ്ങാം. ഇതും പറഞ്ഞ് അമ്മു സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് മരുന്നിൻ്റെ കടലാസ് വാങ്ങി. ജയ്യുടെ വരവിനായി അവൾ കാത്തിരുന്നു. അപ്പോഴേക്കും ജയ് ഭക്ഷണവുമായി എത്തി. ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഭാര്യയുടെ നേരെ ചൂണ്ടി പറഞ്ഞു, ചേച്ചി ഭക്ഷണം കഴിക്ക്, മുഖം കൊടുക്ക്. അയ്യോ വേണ്ടായിരുന്നു. എന്ത് വേണ്ടെന്ന്, ഭക്ഷണം കഴിക്കണം ആദ്യം, ഇതാ കഴിക്ക്. അവർ രണ്ടുപേരും ഭക്ഷണം വാങ്ങി. ദാ നിനക്കുണ്ട്, കഴിക്ക്. നിനക്കിതൊക്കെ ഇഷ്ടപ്പെടും എന്നറിയില്ല കേട്ടോ. അമ്മുവിന് നേരെ ഭക്ഷണം നീട്ടിയപ്പോൾ ജയ് പറഞ്ഞു. മറുപടിയൊന്നും അമ്മു പറഞ്ഞില്ല. അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ജയ്യോടെ അമ്മ പറഞ്ഞു, അതെ സിസ്റ്റർ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാൻ വാങ്ങിയിട്ട് വരാം, താ. ആ കടലാസും വാങ്ങി ജയ് നടന്നു. പുറകിൽ നിന്ന് അമ്മു ഒന്ന് വിളിച്ചു, ബ്രദർ. അമ്മുവിൻ്റെ ശബ്ദം കേട്ട് ജയ് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ വിളിച്ചേ? ബ്രദർ? ബ്രദറോ? ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു എൻ്റെ ബ്രദർ എവിടെയെന്ന് എന്നോട് ചോദിച്ചു. ആര്? ആ സിസ്റ്റർ. ഓ അങ്ങനെ. നല്ല രസമുണ്ടല്ലേ ബ്രദർ? അമ്മ ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജയ് കൂളായി തന്നെ മറുപടി പറഞ്ഞു. ബ്രദർ വിളിക്കാൻ രസമുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഇതിന് സിങ്കാവില്ല, അതുകൊണ്ട് വേണ്ട, അത് ഞാൻ മാറ്റി വിളിക്കാം. അതെന്താ പരിപാടി? ബ്രദർ വേണ്ട, ബ്രോ മതി. ഓക്കെ. ബ്രോയോ? അതെ, ബ്രദർ, ഷോർട്ട് ഫോം ബ്രോ. അടിപൊളിയല്ലേ? ഞാൻ ബ്രോ എന്ന് വിളിക്കാം. ജയ് ബ്രോ എന്ന് വിളിക്കണോ അതോ ബ്രോ എന്ന് വിളിക്കണോ? നിനക്കിഷ്ടമുള്ളത് വിളിച്ചോ, എന്തായാലും കുഴപ്പമില്ല. ഇതും പറഞ്ഞ് ജയ് അവിടെ നിന്ന് പോയി. അമ്മുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനമായിരുന്നു. ഇത്രയും സമാധാനത്തോടെ ഒരു രാത്രി അടുത്ത കാലത്തൊന്നും കടന്നു പോയിട്ടില്ല എന്ന് അവൾക്ക് തോന്നിയ ഒരു രാത്രിയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കുറിച്ചുള്ള ടെൻഷൻ മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നുവെങ്കിലും ജയ് നൽകിയ സുരക്ഷിതത്വവും ആശ്വാസവും അമ്മുവിന് ഏറ്റവും നല്ല സമാധാനം തന്നെയായിരുന്നു. ജയ് പോകുന്നതും നോക്കി അമ്മു നിന്നു. ആരാണോ എന്താണോ എന്ന് അറിയാത്തൊരുവൻ പെട്ടെന്നൊരു ദിവസം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ. അവൻ ഒരു രാത്രി കൊണ്ട് തൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരനായി, തനിക്ക് ഏറ്റവും വലിയ ആശ്വാസവും. പെട്ടെന്ന് തന്നെ അവനെ തൻ്റെ ബ്രദറാക്കാൻ അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. പേരില്ലാത്ത ഒരു ബന്ധത്തിന് ഒരു പേരിരിക്കട്ടെ എന്നവൾ തീരുമാനിച്ചു. ബ്രദർ. യെസ്, ഇനി മുതൽ താൻ അവൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ബ്രോ ആണവൻ. അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു. അപ്പോഴേക്കും ഡോക്ടർ എത്തി. ഡോക്ടറെ കണ്ടതോടെ അമ്മു ആശ്വാസത്തോടെ ഒന്ന് നോക്കി. പേടിക്കണ്ട കേട്ടോ, ഇനി പേടിക്കാനൊന്നുമില്ല. അമ്മുവിനെ കണ്ട ഉടൻ ഡോക്ടർ പറഞ്ഞു, സത്യമായിട്ടും ധൈര്യമായിട്ടിരുന്നോളൂ. ഓക്കെ, ഒരു ദിവസം കൂടി ഐസിയുവിൽ കിടത്തേണ്ടി വരും, പക്ഷേ പേടിക്കണ്ട. ആശ്വാസമായി. ഓക്കെ, എന്നാൽ ശരി.
ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. അമ്മു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യയെ നോക്കി. പേടിക്കണ്ട, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഇനി പേടിക്കാനൊന്നുമില്ല. അത് ആശ്വാസമായി. എന്നാൽ ശരി, ഇനി എനിക്ക് പോകാമല്ലോ അല്ലേ? ഞാൻ പോട്ടെ? അമ്മു പെട്ടെന്ന് തന്നെ അവരോട് ചോദിച്ചു. ആ, പൊയ്ക്കോളൂ, രാത്രി മുഴുവൻ നിന്നില്ലേ, മോള് പൊയ്ക്കോളൂ. ആ, ശരി എന്നാൽ, ബൈ. ഇതും പറഞ്ഞ് അമ്മു ജയുടെ അടുത്തേക്കെത്തി. മരുന്നും വാങ്ങി തിരിച്ചു വരികയായിരുന്നു ജയ്. ഡോക്ടർ വന്നു. ആ, വന്നോ? എന്നിട്ട്? പേടിക്കാനൊന്നുമില്ലത്രേ, ഒരു ദിവസം കൂടെ ICUയിൽ കിടത്തണം, അത്രയേ ഉള്ളൂ. ഓ, ആശ്വാസമായി. അത് ആശ്വാസമായി. ഓ, എന്നാൽ ശരി, നമുക്ക് ഇറങ്ങാലോ. എന്നെ കൊണ്ടുവിടാവോ? അതിനാ, കൊണ്ടുവിടാലോ. ഞാനിത് കൊടുത്തിട്ട് വരാം. ആ, ശരി. ഇതും പറഞ്ഞ് മരുന്നുമായി ജയ് അകത്തേക്ക് കയറി. മരുന്നവരെ ഏൽപ്പിച്ച് അവരോട് യാത്ര പറഞ്ഞ് അമ്മുവിനെയും കൊണ്ട് ജയ് കൊട്ടാരം വീട്ടിലേക്ക്. വീട്ടുമുറ്റത്ത് കാറെത്തിയപ്പോൾ ജയ് പറഞ്ഞു, ഇവിടെ ആരെയും കാണുന്നില്ല, ഇന്നാരും എണീറ്റില്ലേ? ചിരിച്ചുകൊണ്ടായിരുന്നു ജയ് ചോദിച്ചത്. അതെ, ഇത്രയും സമയത്ത് ഇവരാരും എണീറ്റില്ലേ? എന്തായാലും നന്നായി, ഞാൻ വന്നത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാ വിട്ടോ. അല്ല, ഇപ്പം എന്തിലാ പോവുക? ഈ കാറ് തന്നെ എടുത്തോ? ഏയ്, എനിക്ക് വേണ്ട, ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറി പോയിക്കോളാം. അതെന്താ? എൻ്റെ വണ്ടി അവിടെ പകുതിയിലിരിക്കുകയല്ലേ, അതെടുക്കണ്ടേ? ഞാൻ ബസ്സിൽ കയറി പോയിക്കോളാം. ഓക്കെ. അല്ല, വണ്ടി എടുത്തോ? വേണ്ടെന്നേ, ഞാൻ ഇവിടുന്ന് ബസ്സിൽ പോയിക്കോളാം, എനിക്കെൻ്റെ വണ്ടി എടുക്കണ്ടേ? ഇതും പറഞ്ഞ് മറ്റുള്ളവരെ കാണാൻ നിൽക്കാതെ തന്നെ ജയ് അവിടെ നിന്ന് പോയി. അമ്മു ജയ്യോടൊപ്പമാണ് വന്നതെന്ന് അവരാരും അറിഞ്ഞില്ല. അമ്മു വീട്ടിലേക്ക് കയറി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.